ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഓണം ലുക്കായിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വന്നേക്കണം. ഞാനൊരു ഓണം ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഓണം ലുക്കിൽ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ഓണം ലുക്ക് തന്നെ ചെയ്യണത്, സെയിം അല്ല വേറൊരു. അപ്പം ഞാൻ കരുതി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ എനിക്ക് കുറേ ആ ഒരു ഡ്രസ്സിനെ കുറിച്ച് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു. അത് OG 2 Souls ലേബിൾ എന്നാണ്. ഞാനിവിടെ പിൻ ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ആ പേജ് ചെക്കൗട്ടും ചെയ്യാം, അത് ഫോളോയും ചെയ്യാം. കൂടുതൽ നമ്മൾ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു കോട്ട് സെറ്റാണ് കേട്ടോ, വേറെ ഇതിൽ നിന്ന് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോണത് ഈ ഒരു ഓണം ലുക്കിൽ. അത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ഒലയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ടത്. നിങ്ങൾക്കറിയാം എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഒലയുടേന്ന്. അപ്പം ഞാൻ നെക്കിലും. അപ്പോൾ ഇതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ, 6 o'clock കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് നിങ്ങളെ ഒന്ന് ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നിങ്ങൾക്കറിയാം ഞാൻ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടാറുണ്ടെന്ന്. സോറി, ലാ റോഷ് പോസയുടെ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്, എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. സോ ദാറ്റ്സ് ഇറ്റ്. മസ്റ്റായിട്ട് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഞാൻ എന്തായാലും ഇടും. പിന്നെ എൻ്റെ എല്ലാം നോ ഫൗണ്ടേഷൻ ലുക്കായിരിക്കും, ബിക്കോസ് ഞാൻ കുറേ നാളായി ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ സ്കിൻ ടിൻ്റ് ആയിരുന്നു ഒരിടയ്ക്ക് യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാനൊന്നും യൂസ് ചെയ്യണില്ല, ആകെ ക്രീമും ഇതേപോലെ മോയ്സ്ചറൈസറും ഇതും ഹൈലൈറ്റർ ബ്ലഷൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ലുക്ക് തന്നെ ആയിരിക്കും, സെയിം തന്നെ. കുറച്ച് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആകെ ലിപ്സ്റ്റിക്കൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളായിരിക്കും. പക്ഷെ അതിലെനിക്ക് മര്യാദക്ക് സംസാരിച്ചോ നിങ്ങളോട് മര്യാദക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിയുണ്ട്. ഞാനത് ഗംഗയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് മര്യാദക്ക് ആ വീഡിയോയിൽ സംസാരിക്കാനോ പറയാനോ ഒന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ സൺസ്ക്രീൻ ഇട്ടു. ഇനി നെക്സ്റ്റ് എൻ്റെ ഈ ഒരു മേക്കപ്പ് പൗച്ച് ഓപ്പൺ ആക്കട്ടെ കേട്ടോ. സാക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. അമ്മയാണോ? യു ആർ ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് യു എന്നാ പറഞ്ഞത്. ഓ, സാക്ക് പറയണത് എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണമെന്നാണ് കേട്ടോ. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുക്കണല്ല കേട്ടോ, തന്നെ പറയണേ വീഡിയോസൊക്കെ കണ്ട്. ക്രീമാണ് സാക്കു, സൺസ്ക്രീനാണ്. ഇഷ്ടമായോ? അങ്ങനെ മേക്കപ്പ് സെറ്റൊക്കെ അങ്ങനെയൊന്നും പറയല്ലേ, സബ്സ്ക്രൈബ് ചെയ്തില്ല, അങ്ങനെയൊന്നും പറയല്ലേ സാക്കു. സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. സാക്കിന് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോയിൽ വന്ന് സംസാരിക്കാൻ. സ്നേക്ക് എനിക്ക് എല്ലാത്തിലും ഒരു പീച്ച് ഷെയ്ഡാണ് ഇഷ്ടം. നോർമലി ഹ്യൂദ ബ്യൂട്ടിയുടെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഇത് ഐ ഷാഡോ ആണ് സാക്കു ഞാൻ യൂസ് ചെയ്യണത്. സാക്കിന് എല്ലാം അറിയണം അല്ലേ, എന്തൊക്കെ ഇടാണ്. ഞാൻ ഏത് ലുക്കിലും ഞാൻ ഈ ഒരു കൂടുതൽ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല, ഇത് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഐ കാർഡ്. അപ്പം അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്നിപ്പം ആ ലുക്കിൽ ഞാൻ ഇതൊക്കെ സോറി സാക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണതിന് ഇടയ്ക്കൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അത് ആ ലുക്കിൽ ഞാൻ മസ്കാര. താങ്ക് യു. താങ്ക് യു. അപ്പം ഐലാഷസ് അതിൽ വെച്ചിരുന്നു. ഞാനിപ്പം ഈ ഒരു ലുക്കിൽ എനിക്ക് ഐലാഷ് വെക്കണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് മസ്കര മാത്രമേ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ ഇതിൽ. പിന്നെ ഞാൻ എൻ്റെ ഐ പ്രൈമർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പെട്ടെന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ യൂസ് ചെയ്യണത്
റിമൽ ലണ്ടൻ്റെ ആണ്. റിമൽ ലണ്ടൻ്റെ ഒരു മസ്കാരയാണ്. ഇഷ്ടമാണ്, ഇത് നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും സത്യം പറഞ്ഞാൽ മേബലൈൻ്റെയാണ് ഇഷ്ടം. ഇതിൽ ഇരിപ്പുണ്ട്, ഞാൻ മേബലൈൻ്റെ സ്കൈ ഹൈ എന്നല്ലേ. യെസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യണത്. എനിക്ക് പൊതുവേ ഇങ്ങനെ കണ്ണാടി നോക്കണം, അതെവിടെയോ ഞാൻ വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു മിററുണ്ട്, അതിൽ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കണോണ്ട് അങ്ങോട്ട് നോക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഒന്നും ചെയ്തില്ല, എന്നൊരു സിമ്പിൾ മേക്കപ്പ് ആയിരിക്കും കാണാൻ പോണത്. മറ്റേതിൽ ഞാൻ മേക്കപ്പ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. ഇതെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മേക്കപ്പാണ്. വേഗം റെഡിയാവാൻ പറ്റണം അത്രത്തോളം വേഗം റെഡിയാവണേനെ. സാക്കുവിൻ്റെ ഫാൻസാണ് ഇതില്. പിന്നെ ഒരു മേക്കപ്സും ചെയ്തില്ല, ഒന്നും ഫൗണ്ടേഷൻ ഒന്നും ഇട്ടില്ലെങ്കിലും ഈ ഒരു ഹൈലൈറ്ററിൻ്റെ ആവശ്യം എനിക്കില്ല. അത്ര എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ അറിയാം. ഈ ഹൈലൈറ്റർ വാങ്ങിച്ചപ്പോൾ തൊട്ട് ഞാൻ മറ്റേ ഫിൽറ്ററായിരുന്നു അതുവരെ യൂസ് ചെയ്യണത്. അത് നിർത്തി ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ല ഇപ്പം തന്നെ ഗ്ലോയിലൊക്കെ കിട്ടിയിട്ട് love you guys. അപ്പം ഐബ്രോ പെൻസിലോട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത്. ഇവിടെയും കൂടി ഒന്ന് നിറം നോക്കി ചേട്ടായിട്ട്, അല്ലെങ്കിൽ ബോറായിപ്പോവും. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് ചെയ്യും. നാച്ചുറലായിട്ട് യെസ്, സാക്കു നോ സാക്കു. നെക്സ്റ്റ് ഞാൻ ബെനീറ്റ് ഉണ്ടാട്ടോ യൂസ് ചെയ്യണത്. ഫൗണ്ടേഷൻ ലുക്കാണ്. മറ്റേതിൽ ഞാൻ കുറേ ഹൈലൈറ്റേഴ്സ്, ഈ ഹൈലൈറ്റർ യൂസ് ചെയ്ത്, പിന്നെ മാക്കിൻ്റെ സ്റ്റോക്ക് ക്രീം യൂസ് ചെയ്ത് അങ്ങനെ ഒക്കെ യൂസ് ചെയ്തായിരുന്നു. ഇതിൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. കാര്യം ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടാണ്, വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കിങ്ങനെ ഫേസ് എപ്പോഴും എനിക്കിങ്ങനെ ഗ്ലോയി ലുക്ക് വേണം. എനിക്കറിയില്ല, ക്യാമറയിൽ അത്ര അറിയാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. യെസ്, ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് സിമ്പിളായിട്ടായിരിക്കും ഇപ്രാവശ്യം ചെയ്യണേന്ന്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണ് ഇടാൻ പോണത്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാം. ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആണ്. 62 ഇറസിസ്റ്റബിൾ മേബലൈൻ്റെ കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് ആൻഡ് കുറച്ച് ചെയ്യും. ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം നിങ്ങളെ. ഞാൻ Q&A ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇനിയും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട്